ഈ വീഡിയോ തികച്ചും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. സാമ്പത്തിക ഉപദേശം അല്ല. ക്രിപ്റ്റോ നിക്ഷേപങ്ങളിൽ ലാഭവും നഷ്ടവും നിങ്ങളുടെ തീരുമാനങ്ങൾ ആശ്രയിച്ചായിരിക്കും. ബിറ്റ്കോയിൻ എന്തുകൊണ്ടാണ് ഒരു നെക്സ്റ്റ് ജനറേഷൻ കറൻസി എന്ന് പറയുന്നത്? ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതൊരു ലോങ് ലാസ്റ്റിംഗ് ഗെയിമാണെന്നും ഇതൊരു ഫ്യൂച്ചർ ടെക്നോളജി ആണെന്നും ഇതിൻ്റെ പോസിബിലിറ്റി എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നേരത്തെ പറഞ്ഞ കറൻസിയുടെ 7 പ്രോപ്പർട്ടികളിലും ബിറ്റ്കോയിൻ എങ്ങനെയാണ് കറണ്ട് കറൻസിയായി നിൽക്കുന്നതെന്നാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഡ്യൂറബിലിറ്റി. നമുക്കറിയാം ബിറ്റ്കോയിൻ എന്നുള്ളത് ഒരു ഡിജിറ്റൽ കറൻസിയാണ്. ലോകത്താകമാനമുള്ള പല പല കമ്പ്യൂട്ടറുകളായി ഇതിൻ്റെ ഡാറ്റ നിലനിൽക്കുന്നുണ്ട്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഡിജിറ്റലി സ്റ്റോർ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് കാലാകാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു കറൻസിയാണ് ബിറ്റ്കോയിൻ എന്നുള്ളത്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് പോർട്ടബിലിറ്റി. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഉള്ള നമ്മുടെ ക്യാഷ് സിസ്റ്റത്തിനെ വെച്ച് എന്തുകൊണ്ടും മെച്ചമാണ് ഡിജിറ്റൽ കറൻസിയായ ബിറ്റ്കോയിൻ എന്നുള്ളത്. അതും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് വെറും സെക്കൻഡ്സുകളോ മിനിറ്റുകളോ വെച്ച് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ പോർട്ടബിലിറ്റി എന്നുള്ള ഫാക്ടറിലും ബിറ്റ്കോയിൻ ഒരു പടി മുന്നിലാണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഡിവിസിബിലിറ്റി. അതായത് ഒരു കറൻസിനെ പല പല ചെറിയ യൂണിറ്റുകളാക്കി മാറ്റാൻ നമുക്ക് പറ്റണം. എക്സാമ്പിൾ INR 100 ഡിവിഷൻ ആക്കിയിട്ട് നമ്മൾ പൈസ എന്ന് പറയുന്നു. അതുപോലെ ബിറ്റ്കോയിൻ്റെ യൂണിറ്റാണ് സതോഷി എന്ന് പറയുന്നത്. സതോഷി എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ എത്രയിലൊന്നാണെന്നറിയാമോ? 1/1,000,000. അതായത് ഒരു ബിറ്റ്കോയിനെ 10 ലക്ഷം യൂണിറ്റുകളാക്കിയാൽ ഒന്നാണ് സതോഷി എന്ന് പറയുന്നത്. ഡിവിസിബിലിറ്റി ബിറ്റ്കോയിന് 10 മടങ്ങ് കൂടുതലാണ്. നാലാമത്തെ പ്രോപ്പർട്ടിയാണ് ഫഞ്ചബിലിറ്റി. അതായത് ഒരു ബിറ്റ്കോയിൻ മറ്റൊരു ബിറ്റ്കോയിനുമായി ഈസിലി എക്സ്ചേഞ്ച് ചെയ്യാം, നോ ഡിഫറൻസ്. ഇത് ഇപ്പോൾ ഉള്ള കറൻസിയുമായി മാച്ച് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അടുത്ത പ്രോപ്പർട്ടിയാണ് റെക്കഗ്നൈസബിലിറ്റി. തുടക്കത്തിലൊക്കെ ഇത് വളരെ കുറച്ച് ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ളെങ്കിലും കറൻ്റ്ലി ഇതിൻ്റെ അഡോപ്ഷൻ ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. ഈവൻ ചില രാജ്യങ്ങൾ അത് നാഷണൽ കറൻസി ആയിട്ട് അംഗീകരിച്ചു. ഇത് കൂടാതെ പല പല ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസുകളും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടും കൂടി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അതായത് സ്റ്റോർ ഓഫ് വാല്യൂ എന്നാണ് പറയുക, ഇക്വലൻ്റ് ടു ഡിജിറ്റൽ ഗോൾഡ്. ആ ഒരു ലെവലിലേക്ക് വരെ ബിറ്റ്കോയിൻ ഇപ്പോൾ റെക്കഗ്നൈസ് ആയി കഴിഞ്ഞു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു കൂടുതൽ അഡോപ്ഷൻ അല്ലാതെ മറ്റെന്ത് വരാനാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി സപ്ലൈ. അതായത് ഇൻഫ്ലേഷൻ തടയുന്നതിനുള്ള വെപ്പൺ, ലിമിറ്റഡ് സപ്ലൈ. അതാണ് ബിറ്റ്കോയിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി. 21 മില്യൺ സപ്ലൈ മാത്രമേ ബിറ്റ്കോയിനിൽ ആകെ ഉള്ളൂ. ഗവൺമെൻറ് ചെയ്യുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് നോട്ട് പ്രിൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കറൻസി ബാൻ ചെയ്യാനോ ഒന്നും ബിറ്റ്കോയിനിൽ പറ്റില്ല. അത് ഒരു പ്രീ ഡിഫൈൻഡ് പ്രോഗ്രാമിലാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ബിറ്റ്കോയിൻ ഒരു പടി മുന്നിലാണ്. ഇപ്പോൾ ഉള്ള എല്ലാ കറൻസികളും ഒരു രാജ്യത്തിൻ്റെ ലെവലിൽ ലോക്കലൈസ് ചെയ്ത് കിടക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളിലുമായി പരന്നു കിടക്കുന്ന ഒരു കറൻസിയാണ് ബിറ്റ്കോയിൻ. അതായത് 1 വേൾഡ് 1 കറൻസി എന്നുള്ള വിഷനോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു കറൻസി. അടുത്ത പ്രോപ്പർട്ടിയാണ് നോൺ എഡിറ്റബിലിറ്റി. അതായത് ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ പിന്നീട് ആർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കറണ്ട് സിസ്റ്റത്തിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസൊക്കെ ബാങ്കിൻ്റെ ബാക്ക് എൻഡിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ചില യൂസേഴ്സിന് എഡിറ്റ് ചെയ്യാം, എറേസ് ചെയ്യാം, അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് അതോറിറ്റി ഈസ് വിത്ത് ബാങ്ക്. പക്ഷേ ബിറ്റ്കോയിൻ എന്നുള്ള കറൻസിയിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അത് മോഡിഫൈ ചെയ്യാനും പറ്റില്ല. അതാണ് അതിൻ്റെ വേറെ ഒരു മെച്ചം. പിന്നീട് അടുത്ത പ്രോപ്പർട്ടിയാണ് വെരിഫൈബിലിറ്റി. കറണ്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒരു പബ്ലിക്കിന് വെറുതെ പോയി വെരിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബിറ്റ്കോയിൻ എന്നുള്ളത് ഒരു പബ്ലിക് ലെഡ്ജറാണ്. അതായത് എല്ലാ ട്രാൻസാക്ഷൻസും പബ്ലിക്കിന് വളരെ ഓപ്പൺ ആണ്. ആർക്കും ഏത് ട്രാൻസാക്ഷൻസും എപ്പോൾ വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള നെക്സ്റ്റ് ജനറേഷൻ ഓഫ് പ്രോപ്പർട്ടി ഉള്ള ഒരു കറൻസിയാണ് ബിറ്റ്കോയിൻ.